എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഈ ഓണത്തിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെറ്റീരിയലൊക്കെ എടുത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ആരുടെ റിവ്യൂ ഒന്നും വരണില്ലല്ലോ. ഒരുപാട് പേര് മെറ്റീരിയൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, പുതുതായിട്ട് മെറ്റീരിയൽ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് മെറ്റീരിയൽ വാങ്ങിയിരുന്നത്. മറ്റുള്ള അവരുടെ സ്ഥലം പറഞ്ഞിട്ട് അവിടെയുള്ള മെറ്റീരിയലിൻ്റെ ഷോപ്പുകൾ ചോദിച്ചിരുന്നത്, ഇത് തുടങ്ങിയാലുള്ള ലാഭം നഷ്ടം ചോദിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കൊണ്ട് ഒരു കൊട്ടായിരുന്നു ഓണത്തിൻ്റെ. നമ്മളെ ഈ ബിസിനസ്സിൻ്റെ തിരക്കും അതിൻ്റെ ഇടയിൽ കൂടെ വരെ സംശയങ്ങളും കൂടി ആയിട്ട് എന്നാലും പറ്റുന്ന പോലെയൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഒന്നും റിവ്യൂ ഇപ്പം വരണില്ലല്ലോ. ഇപ്പോൾ ആരുടെ മെസ്സേജും കാണുന്നില്ല, ഞങ്ങൾ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓണത്തിന് തുടങ്ങിയോല് ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ഇടണം. ലാഭമായാലും നഷ്ടമായാലും എന്താ പാട് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ നമ്മളെ ഓണം ഇപ്രാവശ്യം പൊടിച്ച് നമ്മൾ വിചാരിച്ചതിനും അധികം നമുക്ക് ഒരുപാട് ഓർഡർ കാര്യങ്ങളൊക്കെ വന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മെറ്റീരിയൽ നമ്മൾ തയ്ച്ചിട്ട് ഷോപ്പിൽ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത് ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ മെസ്സേജ് അയക്കണതിനേക്കാളും എനിക്കിഷ്ടം അതിൻ്റെ ചാനലിൽ കമൻ്റായിട്ട് കാണാനാണ്. നിങ്ങളെ അഭിപ്രായങ്ങൾ അതിൽ കമൻ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് നന്നാവോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇനിയും പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഓൽക്കൊക്കെ അതൊരു ഇൻസ്പിറേഷനാവും. നമുക്കെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് നല്ലത് പറയാനാണ് ആരും ഇല്ലാത്തത്. അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? നിങ്ങളോ ആയാലും ഒരു സംഭവം തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഒരാൾ നല്ലത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അഭിപ്രായം ഉണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് തുണി വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് എപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ 10 രൂപ കുറഞ്ഞ് കിട്ടുന്നുണ്ട്, എവിടെ നിന്നാണോ ലാഭം, എവിടെ നിന്നാണോ എളുപ്പം, അവിടെ പോയിട്ട് നിങ്ങൾ വാങ്ങുക. നിങ്ങൾ വാങ്ങിയാലും ഇല്ലെങ്കിലും നമ്മളത് 12 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഷോപ്പിടാനുള്ള സെയിലൊക്കെ ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഷോപ്പിടാനും അതിനുമായിട്ട് ഒഴിഞ്ഞ് നിൽക്കാനുള്ള ടൈമില്ല. വീട്ടിൽ തന്നെ അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നുണ്ട്. എൻ്റെ കാക്കു നാട്ടിലുള്ളതാണ്. എൻ്റെ മക്കൾ പഠിക്കുന്ന ചെറിയ മക്കളാണ്. ചെറുത് മദ്രസയിൽ ഈ വർഷം ചേർത്തിയതാണ്, UKG ആണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ വീട്ടിലിരുന്നിട്ടായാലും ആരും സപ്പോർട്ടിന് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാമെന്നുള്ളത് നമ്മളെ അനുഭവങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഇത്താത്ത വിളിക്കണ്ടായി. ഓരോരോ തിരക്കിന് ബിദിനത്തിൻ്റെ തിരക്കും അതും ഇതും ആയതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ എല്ലാ കാര്യവും ഞാൻ ചാനലിൽ പറയുന്നൊന്നും പറയലില്ല. പക്ഷേ ചിലർ പറയുമ്പോൾ അവരോട് തന്നെ ഞാൻ പറയലുണ്ട്, ഇത് ഞാൻ പറയുന്നു. അപ്പോൾ അവർ എതിര് പറയാത്തവരെ കാര്യങ്ങൾ മാത്രമാണ് പറയുക. പക്ഷേ ഇത് പറയണം എന്നുള്ളത് എനിക്ക് തന്നെ തോന്നുകയാണ്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാത്തിലും ജോലി ഇല്ലാതെ ഒന്നിനും പറ്റൂല, ജോലി ഇല്ലാതെ ഒന്നിനും പറ്റൂല എന്ന് പറയും. പക്ഷെ നമുക്കൊന്നും ജോലി ഇല്ലയെന്ന് വെച്ചിട്ടൊരു കുഴപ്പമില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരു ഭർത്താവ് ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു ജോലീൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ജോലി പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇത് എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങാൻ ആളുണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ നാട്ടിലെ അങ്ങാടിയിലേക്കൊന്ന് ഇറങ്ങണം. അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ആണോ ഉള്ളത്, ഒരു ഹോട്ടലാണോ ഉള്ളത്, ഒരു ബാർബർ ഷോപ്പാണോ ഉള്ളത്, അതുപോലെ ഫോൺ ഷോപ്പുകൾ ഒരുമിച്ച് ഒരു 10-20 എണ്ണമൊക്കെ ഒരുമിച്ചുണ്ടാവും. അപ്പോൾ എല്ലാം ഒരുമിച്ചുണ്ടാവും. അപ്പോൾ എന്താണ്, പഠിച്ചവൻ ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നിങ്ങളെ ഫാമിലിയിലെ എല്ലാവരും വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ആൾക്കാർക്ക് വേറെ ആവൂലേ? ഫാമിലി, അയൽവാസി, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവൂലേ? അപ്പം നമ്മളൊരു സംഭവം ആത്മാർത്ഥമായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുത്തുള്ള ആൾ, ഇപ്പോൾ നൈറ്റ് തന്നെയാണ് അടുത്തുള്ള ആളും സെയിൽ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓലെ അടുത്ത് ഒന്ന് വാങ്ങുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ അവർ വാങ്ങാൻ പോകുമ്പോഴെല്ലാം നമുക്കറിയാം ഏതെല്ലാം മോഡലാണ്, എങ്ങനെയാണ് അവർ സ്റ്റിച്ച് ചെയ്യേണ്ടത്, അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഒരാളുടെ ബിസിനസ്സും തന്ത്രങ്ങളും പറഞ്ഞു തരൂല, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് കാണാം അവരുടെ ഏത് മോഡലിലാണ് അടിക്കുക. അപ്പോൾ അവരടിക്കാത്ത മോഡൽ നമ്മൾ അടിച്ചു കൊടുക്കുക. അവരടിച്ചു കൊടുക്കണേന്ന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. നിങ്ങളെ ബിസിനസ്സിന് നിങ്ങളുടെ അടുത്ത് വാങ്ങണവർക്ക് എന്തെങ്കിലും ഡിഫറെൻറ്റ് ഓരോ ദിവസം പരീക്ഷണത്തിൻ്റേതാക്കുക. എന്നും ഒരേ മോഡൽ തന്നെ ആക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരാൾക്ക് ഒരു നാട്ടിൽ ഒരാൾ മാത്രം അത് പാടുള്ളൂ. ഇപ്പോൾ അതുപോലെ ജോലിൻ്റെ കാര്യം, ഒരു നാട്ടിൽ എത്ര പ്ലംബർമാരുണ്ട്, എത്ര വാർപ്പ് പണിക്കാരുണ്ട്, എല്ലാ രീതിയിലും എല്ലാം ഒരുപാട്, ഗൾഫേർ ഒരുപാടുണ്ട്. അപ്പോൾ ഒരാളൊന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബാക്കി ആരും തുടങ്ങണ്ട. ഒരാൾ തുടങ്ങിയാൽ ബാക്കിയുള്ളവർക്ക് നഷ്ടം എന്നുള്ള ആ ചിന്ത അതാദ്യം മാറ്റാം. പിന്നെ ഈ ചിന്തക്ക് എന്താ വെച്ചാൽ ഒരു ന്യായങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങാത്തതെന്ന് സ്വയം സമാധാനിക്കാനുള്ള ഒരു ന്യായം, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്
ഞാൻ അതുകൊണ്ടാണ് തുടങ്ങാത്തതെന്ന് സ്വയം ആശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലാതെ ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് പരാജയപ്പെട്ടവരല്ല ഈ പറയുന്നുണ്ടൊന്നും. അങ്ങനെയുള്ളവരിത് പറയൂല. കാരണം ഓല ഉള്ളിൽ എന്താവും, ഞാൻ എത്ര ആഗ്രഹിച്ച് ഞാൻ തുടങ്ങിയതായിരുന്നല്ലോ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അപ്പോൾ അതൊന്നും മാറ്റാനുള്ള എന്ത് വഴിയാണുള്ളത്, അതല്ലെങ്കിൽ ഈ ബിസിനസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, വേറെ ഏതെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഓല ആ സെർച്ചിങ്ങിലാവും. ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ളവർ ഒരിക്കലും ഈ പരാതിപ്പെട്ടിയായിട്ട് നടക്കൂല. ഓല ഒന്ന് സക്സസ് ആവണില്ലെങ്കിൽ വേറെ ഒന്ന് സക്സസ് ആക്കാൻ നോക്കും. അത്രേ ഉണ്ടാവുള്ളൂ. അത് മടിയില്ലാത്തവരെ ആത്മാർത്ഥത ഉള്ളവരെ അടയാളം അതാണ്. അല്ലാതെ ഇങ്ങനെ പറഞ്ഞിപ്പോൾ മറ്റുള്ളവർ പറയണമെന്ന് പറഞ്ഞാൽ ഓല് ഇന്ന് നമ്മളെ പറഞ്ഞ ആൾ നാളെ വേറൊരാളെ പറയും. അത്രയേ ഉള്ളൂ. അവർക്ക് പറഞ്ഞ് നടക്കണം. അവർ അത് ആലോചിച്ച് നടക്കുന്നുണ്ടാവും. ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ഈ പെണ്ണുങ്ങൾക്കാണ് കുച്ചിപ്പുറ്റെന്നും. ആണുങ്ങൾ എന്തെങ്കിലും ഇപ്പം ശരിയാണ്, നമ്മളെ ഭർത്താക്കന്മാരൊക്കെ വന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു, ഓല് ചൂടിന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഓല അങ്ങാടിക്കാണ് പോവും. പോലെ മനസ്സിലാതെ ഉണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞ ഇതേറ്റിങ്ങനെ രാത്രി ഓളും മുഖം കാണിപ്പിച്ച് നടക്കും നമ്മൾ. എന്നാലും എന്താ ഇതിന്നോട് പറഞ്ഞാൽ അങ്ങനെ, ഇതിന്നോട് പറഞ്ഞാൽ അങ്ങനെയെന്നും പറഞ്ഞിട്ട് അല്ലേ. എന്നിട്ട് നമ്മളെ നല്ല മൂടുള്ള നേരങ്ങൾ മുഴുവനും നമ്മൾ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് അന്നത്തെ ദിവസം കൊളാക്കും. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇവരും. പക്ഷേ നമ്മളെ ഭർത്താക്കന്മാരെ ആ ഒരു ദിവസം പറഞ്ഞ് പിറ്റേ ദിവസം നമ്മളോട് ചിരിക്കും. നമ്മൾ ആ ദിവസം അന്ന് കൊളായാലും പിറ്റേ ദിവസം സക്സസ് ആവും. പക്ഷെ ഇങ്ങനെയുള്ള ചില ആളുകളുടെ സംസാരം ഒരാളൊരു ആയുസ്സിൽ പിന്നെ ഒന്നും തുടങ്ങാതെ വെക്കണോടത്തേക്ക് വരെ എത്താറുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും മനസ്സിൽ തീരുമാനിച്ചാൽ മതി. വേറൊരാൾക്ക് വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം എൻ്റെ നാവെന്ന് വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചാൽ പിന്നെ അങ്ങനെ ഓരോരുത്തരും സ്വയം ഉറപ്പിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ നമ്മളെ ഈ ആളുകൾക്കുള്ളൂ. അതാരും ചിന്തിക്കില്ല എന്ന് മാത്രം. ഇതെല്ലാം 290ൻ്റെയും 320ൻ്റെയും അജ്രക്കല്ലാത്തതുമായിട്ടുള്ള മെറ്റീരിയൽസാണ്. മിക്സ് മാച്ചാണ്. മിക്സ് മാച്ചായിട്ടും മിക്സ് മാച്ച് അല്ലാതെയും വേണ്ടവർക്ക് എടുക്കാം. അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ താത്ത രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്. ജോലി ഇല്ലയെന്ന് വെച്ചിട്ട് എന്താ, ഞങ്ങളെ തലമുറകളൊക്കെ കഴിഞ്ഞു പോകുന്നത് ഇങ്ങനെ തന്നെയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നത് അവർ പറയാതെ വെച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് അറിയാതെ നമ്മളെ ഉമ്മമാരടക്കം, നമ്മളെ ഉമ്മമാരെ കാര്യത്തൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓൾക്ക് ആത്മാഭിമാനം ഉണ്ടാവില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ജോലി ചെയ്യണവർക്ക് അതൊരു കൊട്ടുണ്ട് നല്ലട്ട ഞാൻ ഉദ്ദേശിച്ച്. ആത്മാഭിമാനം എന്ന് പറഞ്ഞത് ഓൾക്ക് ഉണ്ടാവില്ല. പറഞ്ഞ് ഫോണിൽ കൂടെ ഞാനും ആ താത്തയും പോലെ മടിയായിട്ടോ. പിന്നെ ലാസ്റ്റ് പൊരുത്തപ്പെട്ട് താത്താക്ക് പറഞ്ഞത് മനസ്സിലായി. നിങ്ങളെ വീഡിയോയിൽ പറഞ്ഞോളി നിങ്ങൾക്ക് സമ്മതം തന്ന ആളാണ്. ഈ വീഡിയോയിൽ കാണുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇന്നലെ വിളിച്ചിട്ടും ചോദിച്ചു, ഞാൻ ആ പറഞ്ഞ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരമ്മക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയിരുന്നു. ചിലവ് കഴിഞ്ഞു പോയിരുന്നു, കറണ്ട് ബില്ല് കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ ഭർത്താവ് കറണ്ട് ബില്ല് അടച്ച്, ഭർത്താവ് വേണ്ടുന്ന ഡ്രസ്സുകൾ എടുത്തു കൊടുത്ത്, ഭർത്താവ് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുകയും ചെയ്ത്. ഭർത്താവ് ഗൾഫിലായിരുന്നു. മാസം ഒരു സംഖ്യ ചിലവിന് അയച്ചു കൊടുക്കും. അതുപോലെ പെരുന്നാളാകുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പൈസ അയച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഭർത്താവ്. പക്ഷെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് ഈ ഒരു മാസം ഒരു 15-ാം തീയതി എത്തുമ്പോൾ ശമ്പളം കിട്ടും. ആ ശമ്പളത്തിൽ നിന്ന് ചിലവിന് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 ഒരു നിശ്ചിതമായിട്ടുള്ളൊരു തുക അയക്കും. പിന്നെ പിറ്റത്തെ മാസം 15-ാം തീയതി വരെ വേറെ പൈസ ഇല്ല. അപ്പോൾ ഈ പൈസ നിന്ന് കുട്ടികളെ കാര്യങ്ങൾ നടത്തണം. വീട്ടിലേക്കുള്ള പൈസ വന്ന അന്ന് തന്നെ എന്ത് ചെയ്യും, വീട്ടിലേക്കുള്ള അരിച്ചാക്ക് അത് ഇത് എല്ലാ കാര്യങ്ങളും വാങ്ങി വെക്കും. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി വരുമ്പോക്കിന് തന്നെ പിന്നെ ഉള്ളത് ദിവസം മീനും പച്ചക്കറിയും വാങ്ങാനുള്ളത് മാത്രം കഷ്ടിച്ചുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഉമ്മാക്കോ ഏതെങ്കിലും ബന്ധുവീടുക്കോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കോ എന്തെങ്കിലും സ്വന്തം വീട്ടിലേക്ക് എന്തെങ്കിലും പോകുമ്പോൾ ഒരു പൂതി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ കൊണ്ടുപോകാൻ അതിനൊക്കെ പോകുമ്പോക്കിന് എന്തെങ്കിലും എടുത്താൽ പിന്നെ പകുതി ദിവസം ആകുമ്പോക്കിന് ആ മാസം ചിലവിനയച്ച പൈസ തീർന്നിട്ടുണ്ടാവും. പിറ്റത്തെ മാസം വരുമ്പോക്കിന് അടുത്ത മാസം അയക്കണതിൻ്റെ പകുതി പൈസ കടം വാങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഡ്രസ്സ് എടുക്കണ കാര്യമായാലും മക്കൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് ഉമ്മാക്ക് എടുക്കാനാകുമ്പോഴത്തേക്കും മക്കൾക്ക് എന്ത് ചെയ്യണം, മക്കളെ ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ അതെടുക്കുമ്പം കടക്കാരടിയിൽ നമുക്ക് ഇത്ര പൈസ അത്ര പൈസ എന്ന് ചിലപ്പം പറയാൻ പറ്റില്ല. അപ്പോൾ അതിമ്മ തീരുമ്പോൾ ചിലപ്പം ഉമ്മ വിചാരിച്ച ഡ്രസ്സ് എനിക്ക് കൊടുക്കണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടാവും, എടുത്തിട്ടുണ്ടാവും. പക്ഷേ മക്കളെ ഈ പൈസ കൂട്ടിക്കഴിഞ്ഞ് ബാക്കി നോക്കുമ്പോൾ ഉമ്മ ഇഷ്ടപ്പെട്ട മോഡലുള്ള ഡ്രസ്സ് എടുക്കാൻ ചിലപ്പം പൈസ തികഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളമ്മമാരോട് ചോദിച്ചതിൻ്റെ കറക്റ്റ് ആൻസർ ഒരു പറഞ്ഞു. അപ്പോൾ ആ താത്ത പറഞ്ഞതെന്ന് വെച്ചാൽ ആ അമ്മ പറഞ്ഞല്ലോ, നിങ്ങൾ ഉമ്മാനോട് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി. അപ്പോൾ ആ അമ്മ പറയണല്ലോ, ദിവസം ഒരു
പൈസ തീർന്നെന്ന് കഴിയുമ്പം ഓല ബാപ്പ ഒരു കണക്കൂട്ടൽ നടത്തുന്നു, എത്ര പൈസ ആയി. അതിൽ ചിലപ്പോൾ ആ ബാപ്പാക്ക് അത് ബാപ്പാൻ്റെ ഇഷ്ടക്കാർക്കും ചിലവാക്കിയതിൻ്റെ കണക്കുണ്ടാവില്ല. പക്ഷേ ഈ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയ വണ്ടി പൈസ മുതൽ ഉമ്മാൻ്റെ ബാപ്പാക്കോ ഉമ്മാക്ക് എന്തെങ്കിലും വാങ്ങിയത് മുതൽ ഉമ്മാൻ്റെ ആവശ്യത്തിന് ചിലവാക്കിയ എല്ലാ ചിലവും ബാപ്പ കണക്ക് പറഞ്ഞ് വാങ്ങുന്നല്ല. പക്ഷെ അത്ര അങ്ക് ചിലവായില്ല, എത്ര അങ്ക് ചിലവായില്ല, എത്ര കറണ്ട് ബില്ല് കൂട്ടിയില്ല, പെട്ടെന്ന് ഗ്യാസുമ്മ മാത്രം വെച്ചിട്ടല്ലേ ഗ്യാസ് പെട്ടെന്ന് തീരുന്നത് തുടങ്ങി ആ കണക്ക് ചിലവാക്കിയതിൻ്റെ പകുതി മുക്കാലും പ്രശ്നക്കാരത്തിയായിട്ട് ഉമ്മ മാറുന്ന ഒരു അവസരം ഉമ്മക്ക് എല്ലാ മാസവും ഉണ്ടാവാറുണ്ടായിരുന്നു. മക്കളെ ആ വിഷമം അറിയിക്കണ്ടെന്ന് വെച്ചിട്ട് ഉമ്മ പറഞ്ഞിട്ടില്ലാന്ന്. അത് നമ്മൾ നല്ല എല്ലാ വീട്ടിലെ ഉമ്മമാരും ഇപ്പോൾ നമ്മൾ ഉമ്മമാരായിരുന്ന ഈ അവസ്ഥയിൽ നമ്മളും അനുഭവിക്കേണ്ടതാണ്. അത് വേണമെങ്കിൽ നിങ്ങളൊരു സമാധാനത്തിന് നിങ്ങൾ അതല്ല എന്ന് പറഞ്ഞോ. പക്ഷേ സ്വന്തമായിട്ടൊന്ന് മനസ്സിനോട് ചോദിച്ച് നോക്കിയാൽ നിങ്ങൾക്കും പറയാൻ പറ്റും സംഭവം ഇത് തന്നെയാണെന്നുള്ളത്. സംഭവം അത്രയേ ഉള്ളൂ. ജോലി ഇല്ലാതൊരു പെണ്ണിന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഒന്നുമില്ല. പക്ഷെ അവനാൻ്റെ ആഗ്രഹത്തിനും അവനാൻ്റെ സന്തോഷത്തിനും നമ്മളെ സന്തോഷം നമ്മളെക്കാളും വലുതായിട്ട് ഇനി എത്ര സ്നേഹമുള്ള ഭർത്താവ് എന്ന് പറഞ്ഞാലും ഉണ്ടാവില്ല. നമ്മളെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനം തോന്നണമെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി ഇന്ന് ഏതൊരു പെണ്ണിനും ആശ്വാസമാണ്, സമാധാനമാണ്, അഭിമാനമാണ്. അതല്ല എന്നുള്ളത് നിങ്ങളുടെ അനുഭവം എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെ.